ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നൊരു ഫിഷ് ബിരിയാണി ആയല്ലോ, നല്ല നെയ്മീൻ ബിരിയാണി. ഇത് 3/4 കിലോ നെമ്മീനുണ്ട്. അത് അരപ്പ് പുരട്ടാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, വിനാഗിരി. ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം വിനാഗിരി ഒഴിച്ചിട്ട്. ഇത് ഇനി അരമണിക്കൂർ മാറ്റി വെക്കാം. എണ്ണ ചൂടായി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതിലേക്ക് ഒരു 7 ഗ്രാമ്പു, ഒരു കറുവപ്പട്ട, 4 ഏലക്ക, ഒരു ബേ ലീഫ്, ഒരു നുള്ള് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി, ഇത്തിരി പച്ചമുളക്, മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായത് 5 കപ്പ് വെള്ളമാണ് വന്നിട്ടുണ്ട്. അതിലേക്ക് 5 കപ്പ് ഉപ്പ് ചേർത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കും. ജീരകശാല അരിയാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ വറുത്ത എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം എണ്ണ ചൂടാൻ കഴിയും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വലിയ സവാള, 4 പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, പാകത്തിന് ഉപ്പ്. ഒരു 3 തക്കാളി, മസാലയിലേക്ക് ഒരു വലിയ പീസ് മീൻ ഞാൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് അരിച്ചത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ കുത്തല് പൊരിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കും.
ചോറിട്ട് കൊടുക്കാം. അതിലേക്ക് വറുത്ത് വെച്ച സവാള, കിസ്മിസും കാഷ്യൂനട്ടും, മല്ലിയില, പുതിനയില, വറുത്ത് വെച്ച സവാള, കാഷ്യൂനട്ട്, കിസ്മിസ്, അതിലേക്ക് നമുക്ക് മീൻ വെച്ചെടുക്കാം. ഒരേ മീൻ വലിയ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് 10 മിനിറ്റായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇതാ റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് കഴിച്ച് നല്ല രുചിയായിരുന്നു. ആ മസാലയും ആ റൈസും ആ മീനും എല്ലാം കൂടെ നല്ലതായിട്ട് ചേർന്നിട്ട് ഒരു അപാര രുചിയായിരുന്നു. ഞങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണുന്നത് വരെ ബൈ.